ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഗതാഗത മന്ത്രിയുടെ മുന്നറിയിപ്പ്. അമിത നിരക്ക് ഈടാക്കിയാലോ യാത്രക്കാരുടെ ആവശ്യപ്രകാരം സവാരി പോയില്ലെങ്കിലോ നടപടിയെടുക്കുമെന്ന് KV ഗണേഷ് കുമാർ. സ്റ്റിക്കർ ഒട്ടിക്കാൻ പറഞ്ഞപ്പോഴാണല്ലോ ഇത് പെട്ടെന്ന് ഉണർന്നത്. യാത്രക്കാർ പറയണം. എൻ്റെ ചോദ്യത്തിന് യാത്രക്കാരുണ്ട്. നിങ്ങളുടെ ഇന്ന് കൃത്യമായി ഓട്ടോറിക്ഷയ്ക്ക് പൈസ വാങ്ങുന്ന, ടാക്സിക്ക് പൈസ വാങ്ങുന്ന എത്ര വണ്ടിയുണ്ട്? ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. വളരെ കൃത്യമായി വാങ്ങുന്ന, മാന്യമായി പെരുമാറുന്ന ഒരുപാട് നല്ല ഓട്ടോറിക്ഷ ഡ്രൈവർമാരും കാര്യങ്ങളും. പക്ഷേ സാധാരണമായ യാത്രക്കാർ പറയൂ, നിങ്ങളുടെ കയ്യിൽ നിന്ന് കൃത്യമായിട്ടാണോ പണം വാങ്ങുന്നത്? നിങ്ങളൊരു ഓട്ടം ചോദിച്ചാൽ വരുമോ? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് അമിത വാടക ഈടാക്കരുത്. 1.5-2 കിലോമീറ്ററിനകത്താണെങ്കിൽ ഞങ്ങൾ പോകുകയില്ല എന്ന് പറയുന്ന ഒരു സംവിധാനം. അവർ പണം കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ വണ്ടി എടുക്കില്ല. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. യാത്രക്കാരൻ പറയുന്നിടത്ത് പോയി തന്നെ വേണം. പോകാത്തവരുടെ പേരിൽ കർശന നടപടി ഉണ്ടാവും. അഷിൻ ഡിയാഗോ എത്തുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് അഷിൻ ഡിയാഗോ. മന്ത്രി ഇത്രയും കടുപ്പിച്ച് പറയുന്നത് യാത്രക്കാർക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മുന്നറിയിപ്പ്. പ്രത്യേകിച്ചും ചിലയിടങ്ങളിലൊക്കെ ആളുകൾ പറയാറുള്ള ഒരു പരാതിയാണ്. അഷിന് ഒരു പക്ഷേ കേട്ട് ശീലമുണ്ടാകും. നമ്മൾ പോകണമെന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടേക്കാണെങ്കിൽ പോകാൻ പറ്റില്ല, അങ്ങോട്ട് ഓട്ടം വരുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്നതായി പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് കൂടി അറുതിയാവുകയാണല്ലേ മന്ത്രിയുടെ ഇടപെടലിലൂടെ? ഗുഡ് ഈവനിങ് സുജിയ. അങ്ങനെ തന്നെയാണ്. കാരണം എല്ലാവരുടെയും വലിയൊരു പരാതിയാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവർ മീറ്ററിൽ നിന്നും അമിതമായ ചാർജ് ഈടാക്കുന്നു എന്നുള്ള കാര്യം. അത് പണ്ട് മുതലേ തന്നെയുള്ള വലിയൊരു പരാതിയുമാണ്. പക്ഷേ ഇപ്പോഴാണ് ആ ഒരു സംഭവത്തിൽ കർശനമായ ഒരു നടപടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഗതാഗത മന്ത്രി തന്നെ നേരിട്ട് ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഓട്ടോറിക്ഷയിലെ മീറ്ററിൽ കാണുന്ന തുകയേക്കാൾ കൂടുതൽ ഈടാക്കിയാൽ കടുത്ത നടപടിയായിരിക്കും ആ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് കാത്തിരിക്കുക എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഗതാഗത മന്ത്രി നൽകിയിരിക്കുന്നത്. മാത്രമല്ല പല ആളുകളും ഇപ്പോൾ രാത്രിയാണെങ്കിലും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തൊക്കെ വന്നിറങ്ങി തൊട്ടപ്പുറയൊക്കെ ആയിരിക്കും ഈ ചൂടായതുകൊണ്ട് തന്നെ 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ ആണെങ്കിൽ ഓട്ടോയിൽ പോകാം എന്ന് കരുതുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ ഈ 2 കിലോമീറ്ററിൽ താഴെ ഓട്ടം വിളിച്ചാൽ പോകാത്ത പല ഡ്രൈവർമാരുമുണ്ട്. ഇപ്പം മന്ത്രിക്ക് തന്നെ നേരിട്ട് പല ആളുകൾ, സ്ത്രീകളടക്കം പരാതി നൽകി എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മന്ത്രി ഇത്രയും കൃത്യമായി കർശനമായി കടുപ്പിച്ച് ഒരു മറുപടി നൽകിയിരിക്കുന്നത്. ടാക്സി പെർമിറ്റ് നൽകി റോട്ടിലേക്ക് ഓട്ടോ ഓടാൻ സമ്മതിക്കുന്നത് സവാരി വിളിച്ചാൽ പോകാൻ വേണ്ടിയാണ്, അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇത്ര കിലോമീറ്ററിൽ ദൂരേക്കുള്ള യാത്ര മാത്രമേ പോകൂ, അല്ലെങ്കിൽ ഇത്രയും ഇത്രയും ചാർജ് തന്നാലേ പോകൂ എന്നൊക്കെ കരുതി ഓട്ടോ എടുക്കാതിരിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇനി അത് നടക്കില്ല. കൃത്യമായി പെർമിറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ യാത്രക്കാർ വിളിച്ചാൽ ഓട്ടം പോയിരിക്കണം. അത് എത്ര കിലോമീറ്റർ താഴെയാണെങ്കിലും ഓട്ടം പോയേ കഴിയൂ എന്നൊരു മുന്നറിയിപ്പ് വളരെ വ്യക്തമായി തന്നെയാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ഈ ഒരു ചാർജ് നിരക്ക്, അതായത് മിനിമം ചാർജ് 30 രൂപയാണ്. ഈ 30 രൂപ ഇവർക്ക് ഒന്നും ഈ ജീവിത ചെലവിന് കഴിയില്ല എന്നുള്ളതാണ്. ഡീസലിൻ്റെ വില വർദ്ധിക്കുന്നു, സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു, കുട്ടികളുടെ പഠിപ്പ്, ചികിത്സ, അങ്ങനെ 30 രൂപയ്ക്ക് ഒന്നും ആകില്ല എന്നൊരു ആവശ്യം ഓട്ടോറിക്ഷ തൊഴിലാളികൾ തിരിച്ച് മന്ത്രിയോടും വയ്ക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താം, ചർച്ചയ്ക്കൊക്കെ തയ്യാറാണ്. ആദ്യം മര്യാദയ്ക്ക് മീറ്റർ ഇട്ട് 30 സംഗ്രഹിച്ചാൽ പ്രിയപ്പെട്ട ഓട്ടോ ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങളൊന്ന് പറഞ്ഞാൽ അതൊന്ന് കേൾക്ക്, നിങ്ങൾ അതൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കുക, അതിനുശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാം എന്നതാണ് മന്ത്രി പറയുന്നത്.